സ്ട്രെസ്ഡ്, എഫക്റ്റഡ്, ഹാരസ്ഡ്, ഷട്ടേഡ്. ഇനി അതിലപ്പുറം വല്ലതും ഉണ്ടെങ്കിൽ അതും. അതാണിപ്പോ രമാജി. വേഷം കെട്ടിമടുത്തു, ഇവിടുത്തെ ഏർപ്പാടുകൾക്ക് ഓരോന്നിനും കൂട്ടുനിന്നും അടുത്തു, മതിയായി. അങ്ങനെ ഒരു മെസ്സേജ് കേട്ടു ഞാനിപ്പോ. ബഹൻജിയുടെ നെടുവീർപ്പിൽ പിൻവാങ്ങണം, പിന്മാറണം, എല്ലാത്തിൽ നിന്നും ബഹന്. എ ടോട്ടൽ റിട്രീറ്റ്. ഇവിടെ ഇരിക്കുന്ന ഈ ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ വായിച്ച് 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 ഒടുവിലിപ്പോ വല്ലാതെ സ്പിരിച്വലായി മാറിപ്പോയിരിക്കുന്നു ബഹൻജി. എല്ലാം അവസാനിപ്പിച്ച് ഇവിടം വിട്ട് പോണം. ഒന്നുകിൽ കൂനൂർക്ക്, ഇല്ലെങ്കിൽ ഗോവ, ബാക്ക് ടു ബേസ്. അതുമല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും. തിരിച്ചു വരാൻ ആരും നിർബന്ധിക്കാനില്ലാത്ത, ആരും ഒന്നും അടിച്ചേൽപ്പിക്കാത്ത ഒരിടത്തേക്ക്. യു നോ, ബഹൻജിക്കറിയാം. അങ്ങനെ ഒരു മോഹം പറഞ്ഞിരുന്നു ഹെലനോട് ഇന്നലെ ഫോണിൽ സംസാരിക്കുമ്പോ. ആ, ഞാൻ, ഹെലൻ, ബാലു, പിന്നെ ഇവള് സുഭദ്ര. കൂനൂരിലെ സ്കൂൾ ബോർഡിങ്ങിൽ തുടങ്ങിയ ബന്ധം മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ ഇതുവരെ പങ്കുവച്ചതെല്ലാം, നല്ലതും ചീത്തയും എല്ലാം മറക്കണം. യു വാണ്ട് ടു വാനിഷ്. ഒളിച്ചോടണം, ഒറ്റപ്പെടണം രമാജിക്ക്. അന്തേവാസികൾ മുഴുവൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടും ഉറങ്ങാൻ മനസ്സ് കൂട്ടാക്കുന്നില്ല. ആയിരങ്ങളെ ഒരേ നിലയിൽ ഉറങ്ങാൻ സാന്ത്വനക്രിയ അഭ്യസിപ്പിച്ച സ്വാമി ഹർഷാനന്ദജിയുടെ പ്രഥമ ശിക്ഷയ്ക്ക് മനസ്സ് പ്രക്ഷുബ്ധം, കടല് പോലെ. അതിൽ നിറയെ തീരുമാനങ്ങൾ. എങ്കിലും എല്ലാം ഇറക്കി വെച്ചൊന്ന് ഉറങ്ങണം ബഹൻജിക്ക്. The eternal sleep, the final trip. You want that? Yes. ബഹൻജിക്ക് തീരുമാനിക്കാം. എപ്പ വേണമെങ്കിലും പുറപ്പെടാം. ഇന്നോ നാളെയോ എപ്പ വേണമെങ്കിലും. ഇപ്പോ ഈ നിമിഷം. My blessings. Bon voyage. ശുഭയാത്ര.